വെൽക്കം ടു സുവോളജി ക്ലാസ്. നമ്മളിനി ഒരു പുതിയ സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത്. സുവോളജിയുടെ ഒരു പുതിയ മേഖലയിലേക്ക് ആണ് നമ്മൾ കിടക്കുന്നത്. ഹ്യൂമൻ ഫിസിയോളജി എന്നാണ് നമ്മൾ പറയുക. ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി. എന്താണ് ഫിസിയോളജി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഫിസിയോളജി? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ധാരാളം ഓർഗൻസ് ഉണ്ട്. അവ ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഓർഗൻ സിസ്റ്റത്തിനൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻസിൻ്റെയും അവ കൂടിച്ചേർന്നുണ്ടാകുന്ന ഓർഗൻ സിസ്റ്റത്തിൻ്റെയും ഒക്കെ ഫങ്ഷനെ കുറിച്ച് പഠിക്കുന്ന മേഖലയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ഫിസിയോളജി എന്ന് പറയുക. അത് മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതാകുമ്പോൾ നമ്മൾ അതിനെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയും. ഇനി അങ്ങോട്ട് നമ്മളുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഈ ഹ്യൂമൻ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ ഫിസിയോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫങ്ഷനിങ് ഓഫ് വേരിയസ് systems of the body, organs and systems of the body. How do different organs and systems function in our body? So that is called physiology. And നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹ്യൂമൻ ഫിസിയോളജിക്കൽ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. Digestion and absorption. Digestion and absorption. Digestion and absorption. അപ്പോൾ ഡൈജഷൻ എന്ന വാക്ക് നിങ്ങൾക്കറിയാം. എന്താണ് ഡൈജഷൻ? നമ്മൾ മലയാളത്തിൽ ദഹനം എന്ന് പറയും, അല്ലേ? സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് converting macromolecular food or food in the form of macromolecules, large molecules, into micromolecular form or absorbable form. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അത് ഓരോ കോശങ്ങളിലും എത്തിച്ചേരണം. അങ്ങനെ അത് മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം. അതിനാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അതിന് ധാരാളം ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്, ഫങ്ഷൻസ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഒരുപാട് ജോലി നിർവഹിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ ആ ഫങ്ഷനിലൊക്കെ ഏർപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ മെറ്റബോളിസത്തിൽ പങ്കെടുക്കണമെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൈക്രോമോളിക്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ ദ ഫുഡ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു the micromolecular form, then only it can be absorbed. ഇപ്പം ചെറിയ മോളിക്യൂൾസിനെ മാത്രമേ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കൂ. അത് വലിയ മോളിക്യൂൾസിന് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ആയിട്ട് കഴിക്കുന്നു. ദാറ്റ് ഇസ് എ മാക്രോമോളിക്യൂൾ ദാറ്റ് cannot be absorbed. So that has to be converted into the micromolecular form, the amino acid. നമ്മൾ കഴിക്കുന്ന ഫാറ്റ്സ് or lipids, that has to be converted into the absorbable form, fatty acid and glycerol. And the carbohydrate, for example starch, that has to be converted into glucose. So whatever it may be, the food that we eat should be converted to the micromolecular or absorbable form. So that process is called digestion. So digestion is the process of converting the food in the macromolecular form to micromolecular form or absorbable form. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡൈജഷൻ എന്ന് വിളിക്കാം. Okay. So in this chapter we are dealing with a system that performs these two functions, digestion and absorption. That is the digestive system.
So digestive system has 4 functions to perform. One is the function of the digestive system. Functions of the digestive system is ingestion of food. So ingestion, digestion, absorption, and egestion. So these are the 4 functions of the digestive system. What is ingestion? Ingestion means taking the food inside or receiving the food. That is ingestion. The second one is the ingested food has to be digested. So digestion, that takes place in the digestive system. Then absorption, the digested food has to be absorbed into the blood or into the lymph or into the body. Then egestion. What is egestion? Expelling the undigested matter out. So all the food that we eat cannot be digested. All the food that is digested cannot be absorbed. So the undigested and unabsorbed food has to be expelled from the body, and that is called egestion. So these are the 4 roles of digestive system. And we are in this chapter concentrating more about digestion and absorption. Digestion and absorption of food in the digestive system, and we'll be discussing about the structure of the digestive system and the method of digestion and absorption. The process of digestion and absorption. Okay. So before going into the details of this, let us see what is a food. Which substances are called food? So food has certain roles to play in our body. What is the role of food in our body? A food has to perform certain functions in our body. So those substances which perform those functions can only term as food. Okay. So one of the role of food is to provide energy. A food should be able to produce energy in our body. Second thing, they should provide growth of the body. Growth. വളർച്ചയ്ക്ക് കാരണമാകണം, അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കുന്നതായിരിക്കും, വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിരിക്കണം. മൂന്നാമത്തത്, it should provide immunity. നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശക്തി നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നതായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. നാലാമത്തത് റിപ്പയർ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡാമേജുകൾ, മുറിവുകൾ ഉണക്കാൻ സാധിക്കണം, അതൊക്കെ റിപ്പയറിംഗ് വരുന്നത്. അതേപോലെ നശിച്ചുപോയ സെല്ലിന് പകരം വേറെ സെല്ല് വരണം. അപ്പൊ ഇങ്ങനെയുള്ള റിപ്പയർ വർക്കുകൾക്ക് സഹായിക്കുന്നതായിരിക്കണം. ഇത് ഏത് പ്രവർത്തനമായാലും ഇതെല്ലാം നടക്കുന്നത് മെറ്റബോളിസത്തിൽ കൂടിയാണ് നമുക്കറിയാം. So food should take part in the metabolism. It should be a part of the metabolism, or they should act as metabolites. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഫങ്ഷൻസ് നിർവഹിക്കുന്ന പദാർത്ഥങ്ങളെയാണ്, സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫുഡ് എന്ന് വിളിക്കുക. എല്ലാ സബ്സ്റ്റൻസിനെയും നമുക്ക് ഫുഡ് എന്ന് വിളിക്കാൻ കഴിയില്ല. നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നില്ലല്ലോ. നമ്മൾ ഫുഡ് എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സബ്സ്റ്റൻസ് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നോ അതിലധികമോ
ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഫുഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഫുഡിനെ നമുക്ക് 5 വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഫുഡിനെ നമുക്ക് 5 വിഭാഗങ്ങളായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫുഡ് ഏതൊക്കെയാണ് ഫുഡ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ്. One is carbohydrate. ഒരു കാറ്റഗറി ഓഫ് ഫുഡ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്? അതിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പഠിച്ചു. സിമ്പിൾ ഷുഗേഴ്സ് നമ്മൾ പഠിച്ചു. അതിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇതൊക്കെ ആണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. അതൊക്കെ നമ്മുടെ ഫുഡാണ്. ഓക്കെ, ഇനി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൽ അല്ലെങ്കിൽ മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ഫുഡിന്റെ ഭാഗമായി വരുന്ന മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് നമുക്ക് എവിടുന്നാണ് കിട്ടുക? ദ മേജർ സോഴ്സ് ഓഫ് സ്റ്റാർച്ച് ഇസ് പ്ലാന്റ് ഫുഡ്, അല്ലേ? നമ്മൾ കഴിക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പ്ലാന്റ് ഒറിജിൻ അല്ലെങ്കിൽ പ്ലാന്റിലെ സ്റ്റോർഡ് ഫുഡ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. സ്റ്റാർച്ച് ആയിട്ട് സ്റ്റാർച്ചിന്റെ സോഴ്സ് അതാണ്. അതായത് റൈസ് അല്ലെങ്കിൽ വീറ്റ്, സർട്ടൻ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ട്യൂബേഴ്സ്, കപ്പ, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റ് ഒറിജിൻ ആയിട്ടുള്ള ഫുഡാണ് സ്റ്റാർച്ചിന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ മാക്രോ മോളിക്കുലാർ കാർബോഹൈഡ്രേറ്റ് ഒരു സോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഫുഡിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്റ്റാർച്ച്. ഓക്കെ, ഇതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ ഫുഡ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എനർജിയാണ്. എന്താണ്? എനർജി. അപ്പോൾ എനർജിയുടെ ഒരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഫുഡാണ് പ്രോട്ടീൻ. പല തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ദാറ്റ് മേ ബി ആനിമൽ ഒറിജിൻ ഓർ പ്ലാന്റ് ഒറിജിൻ. ഇപ്പോൾ പ്ലാന്റ്സിൽ നിന്നും നമ്മൾ പ്രോട്ടീൻസ് നമുക്ക് കിട്ടും, അതുപോലെ ആനിമൽസിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും. ഇപ്പോൾ എഗ്ഗ്, മിൽക്ക്, മീറ്റ്, ഇതൊക്കെ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഓഫ് ആനിമൽ ഒറിജിൻ. അതുപോലെ പ്ലാന്റ് ഒറിജിൻ ഉണ്ട്. പയറ് വർഗത്തിൽപ്പെട്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൾസസ്, പയർ, ചെറുപയർ, വൻപയർ, അല്ലേ? ഇങ്ങനെയുള്ള പയറ് വർഗത്തിൽപ്പെട്ട ഭക്ഷണം, ഫുഡ്, ഇത് പ്രോട്ടീൻ്റെ ഒരു നല്ല സോഴ്സാണ്. അപ്പോൾ എന്തിനാണ് പ്രോട്ടീൻ? നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ്റെ റോൾ എന്താണ്? പ്രോട്ടീൻ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രോത്തിന് മാത്രമല്ല, റിപ്പയർ, അതുപോലെ ഇമ്മ്യൂണിറ്റി, ഇതിനൊക്കെ പ്രോട്ടീൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഗ്രോത്ത്, റിപ്പയർ ആൻഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കും, നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ഫാറ്റ്. Different types of fats or lipids we use as food. For example, oils, fats and oils. Lipids എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി ശരിയായിട്ടുള്ള ലിപ്പിഡ്സ്. നമ്മൾ ഫാറ്റ്സ് എന്നാണ് പറയുക, ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിപ്പിഡ്സിൽ ഫാറ്റ്സ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലേ? നെയ്യ് ഉപയോഗിക്കുന്നു, അതുപോലെ ഗീ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഓയിൽസ് നമ്മൾ, വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ, കുക്കിംഗ് ഓയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ലിപ്പിഡ്സ് വിഭാഗത്തിൽ വരുന്നതാണ്. ഇതൊക്കെ പ്രധാനമായിട്ടും ഒരു സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സ്റ്റോർഡ് ഫോം ഓഫ് എനർജി. മറ്റ് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു സ്റ്റോർഡ് ഫോം ഓഫ് എനർജി. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും സ്റ്റോർഡ് ഫോം ഓഫ് എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, ഫാറ്റ്സ് ഉപയോഗിക്കാം. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് വിറ്റമിൻസ്. അഞ്ചാമത്തെ കാറ്റഗറി മിനറൽസ്.
മിനറൽസ്. അപ്പോൾ ഈ വിറ്റമിൻസും മിനറൽസും ഒക്കെ ദേ ആർ ദ എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് അവർ മെറ്റബോളിസം. അപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാവാം, അതുപോലെ ബോഡി റിപ്പയറിന് വേണ്ടിയിട്ടാവാം, അപ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും വിറ്റമിൻസോ മിനറൽസോ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതും മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് മാറും. അത് മിനറൽസ് ആയാലും വിറ്റമിൻസ് ആയാലും മിക്കവാറും എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെയും ഭാഗമായി ഇവ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ 5 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദിസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ്, ഫാറ്റ്സ് എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ഫാറ്റ്സ് തന്നെ എഴുതാം. ഫാറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് വി കൺസ്യൂം ഇൻ ദ ഫോം ഓഫ് മാക്രോമോളിക്യൂൾ. ഇപ്പം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബൾക്ക് ഓഫ് ദ ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. ദാറ്റ്സ് എ മാക്രോമോളിക്കുലർ ഫോം. അതിൻ്റെ പ്രോട്ടീൻ, അത് എഗ്ഗായാലും മിൽക്കായാലും മാംസമായാലും അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ ആയാലും എല്ലാത്തിനും പ്രോട്ടീൻസിൻ്റെ മാക്രോമോളിക്കുലർ ഫോമാണ് നമുക്കറിയാം. അതുപോലെ ഫാറ്റ്സ് മൈക്രോമോളിക്യൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചു. അതൊരു മൈക്രോമോളിക്യൂൾ ആണെങ്കിൽ കൂടി അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയാൽ മാത്രമേ അബ്സോർബ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ മൂന്നെണ്ണം, these 3 carbohydrate, protein and fats are called the principal food. ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ആണ്, പ്രിൻസിപ്പൽ ഫുഡ് എന്നാണ് ഇവയെ വിളിക്കുക. ഇവ ലാർജ് ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ. Large quantities of carbohydrate, protein and fats are required in our body compared to vitamins and minerals which are required in small quantities. അപ്പോൾ വിറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് എത്ര മതി? വളരെ സ്മോൾ ക്വാണ്ടിറ്റീസ് മതി. അവ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നു. ഇവ മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ വിറ്റമിൻസും മിനറൽസും കുറച്ച് മതി. അത് മാത്രമല്ല, വിറ്റമിൻസും മിനറൽസും ഒക്കെ മൈക്രോമോളിക്കുലർ ഫോമിലാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് തന്നെ. സോ ദേ നീഡ് നോട്ട് ബി ഡൈജസ്റ്റഡ്. അപ്പോൾ പിന്നീട് ഇവയ്ക്കൊരു ഡൈജഷൻ്റെ ആവശ്യം വരുന്നില്ല. ദേ ക്യാൻ ബി ഡയറക്ട്ലി അബ്സോർബ്ഡ്. Whereas carbohydrate, proteins and fats we consume, these food items we consume in the form of macromolecules, and they should undergo the process of digestion and to be converted to, and should be converted to the micromolecular form. Then only they can be absorbed. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ 5 ഫുഡ് ഐറ്റംസിലും ഡൈജഷൻ ആവശ്യമുള്ളത് ഈ 3 എണ്ണത്തിന് മാത്രമാണെന്ന് മനസ്സിലാക്കണം, അല്ലേ? Carbohydrate should be digested, and protein and fats are to be digested and converted to should be converted into the micromolecular or absorbable form. Whereas vitamins and minerals are already in the absorbable form. നമ്മൾ കഴിക്കുന്നത് തന്നെ അത് absorbable ഫോമിലാണ്, micromolecular ഫോമിലാണ്, and they need not be digested. They can be directly absorbed. Okay. ഇനി നമ്മുടെ food is also termed as biological fuels. Food is also termed as biological fuels. എന്താണ് fuel? Fuels എന്താണ്? Fuels are substances which provide energy for the working of a machine. Is it not? അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കണമെങ്കിൽ നമുക്കറിയാം ഫ്യൂവൽ ആവശ്യമുണ്ട്, പെട്രോളോ ഡീസലോ ഒക്കെ ആവശ്യമുണ്ട് നമുക്കറിയാം. അതുപോലെ ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലുള്ള മെഷീനുകൾ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഫ്യൂവൽ ആവശ്യമുണ്ട്. അവിടെയും പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ചിലപ്പോൾ കൽക്കരിയോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. സോ ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഓൺ കമ്പസ്റ്റ്യൻ പ്രൊഡ്യൂസ് എനർജി. അതായത് ഫ്യൂവൽസ് കത്തുമ്പോൾ എന്തുണ്ടാകുന്നു? എനർജി ഉണ്ടാകുന്നു. ഈ എനർജി ഉപയോഗിച്ച് മെഷീൻസൊക്കെ യന്ത്രങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നു നമുക്കറിയാം. ഇതുപോലെ തന്നെ ഫുഡിനെ നമ്മൾ ബയോളജിക്കൽ ഫ്യൂവൽ എന്ന് വിളിക്കും. എന്താണ് കാരണം? they also provide energy to our body.
അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ നേരത്തെ 5 കാറ്റഗറി ഫുഡ് നമ്മൾ പഠിച്ചു. അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അവർക്ക് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ആർ ഫോർ എനർജി, പ്രോട്ടീൻ ഫോർ ഗ്രോത്ത്, ഫാറ്റ്സ് ആർ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി എന്നൊക്കെ നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ 3 ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് എനർജി കിട്ടും. കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ റെഡിമെയ്ഡ് സോഴ്സ് ഓഫ് എനർജി. പ്രോട്ടീൻസ് ഗ്രോത്തിന് സഹായിക്കുമെങ്കിൽ കൂടി പ്രോട്ടീൻസിൽ നിന്നും നമുക്ക് എനർജി കിട്ടും വേണമെങ്കിൽ. ഫാറ്റ്സിൽ നിന്നും, ഫാറ്റ്സ് സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ മൂന്ന് ഫുഡും വിറ്റമിൻസും മിനറൽസും സോഴ്സ് ഓഫ് എനർജി അല്ല, അവയ്ക്ക് വേറെ റോളുകളുണ്ട്, മെറ്റബോളിസത്തിന്റെ ഭാഗമാകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ 3 ഫുഡും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, ദേ പ്രൊവൈഡ് എനർജി ഇൻ അവർ ബോഡി. When they undergo or when they pass through the right metabolic activities, they liberate energy, they provide energy. അപ്പോൾ എനർജിയുടെ സോഴ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്ത് വിളിക്കുക? ബയോളജിക്കൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുക. അപ്പോൾ പെട്രോളോ ഡീസലോ ഒക്കെ യന്ത്രഭാഗങ്ങൾക്ക് അവ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം, എനർജി കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ 3 ഫുഡ് ഐറ്റംസും നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്കുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു, ഊർജം പ്രൊവൈഡ് ചെയ്യുന്നു, എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവയെ എന്ത് വിളിക്കുന്നു? ബയോളജിക്കൽ ഫ്യൂവൽ എന്ന് വിളിക്കുന്നു. ബയോളജിക്കൽ ഫ്യൂവൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു ഫ്യൂവലിന്റെ ഇപ്പോൾ ഏതൊരു ഫ്യൂവലും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കത്തുമ്പോഴാണ്, കമ്പസ്റ്റിന് വിധേയമാകുമ്പോഴാണ്. ഇപ്പോൾ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളോ ഡീസലോ ആ എൻജിനുള്ളിൽ വെച്ച് അത് കത്തുന്നുണ്ട്. ഒരു കൺട്രോൾഡ് ബേണിംഗ് അല്ലെങ്കിൽ കൺട്രോൾഡ് കമ്പസ്റ്റൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എനർജി പുറത്തേക്ക് വരുന്നു. ആ എനർജി ഉപയോഗിച്ചാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു ഫ്യൂവലും എന്താണ് കത്തുക എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇന്ധനം കത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ കത്തുക എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷന് വിധേയമാവുന്നതാണ് അർത്ഥം. കത്തുമ്പോൾ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഓക്സിജന്റെ സഹായത്താൽ അതിന് വിഘടനം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഫുഡും ഓക്സിജന്റെ സാന്നിധ്യത്താൽ അതിന് വിഘടനം സംഭവിക്കുന്നു, കമ്പസ്റ്റൻ സംഭവിക്കുന്നു, കൺട്രോൾഡ് കമ്പസ്റ്റൻ സംഭവിക്കുന്നു. അങ്ങനെയാണ് അത് ഊർജം പുറത്തേക്ക് വിടുക. ഓക്കെ, ഒരു ഇന്ധനം അതിന്റെ കാര്യക്ഷമത നമ്മൾ അളക്കുന്നത് അത് എത്രമാത്രം കാര്യക്ഷമമാണ്, എത്രമാത്രം ഊർജം അത് പുറത്തേക്ക് വിടുന്നു എന്ന് നമ്മൾ കണക്കാക്കാറുണ്ട്. നമ്മൾ 2 ഇന്ധനത്തെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം, അതിന്റെ കലോറിഫിക് വാല്യൂ ആണ്. കലോറിഫിക് വാല്യൂ, കലോറിഫിക് വാല്യൂ. ഇന്ധനം പുറത്തേക്ക് വിടുന്ന ഊർജം അതിനെ അളക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് വിളിക്കുന്നത്. ഒരു ഇന്ധനം എത്രമാത്രം ഊർജം പുറത്തേക്ക് വിടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആ വാല്യൂവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കലോറി എന്ന് വിളിക്കുക. കലോറി. കലോറി ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി. കലോറി ഇസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എന്താണ് കലോറി? നിങ്ങൾ ഫിസിക്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കലോറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് കലോറി? Calorie is the amount of heat energy required to raise the temperature of 1 gram of water to 1 degree Celsius. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? കലോറി എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് കലോറി? Calorie is the amount of heat energy required to raise 1 gram, the temperature of 1 gram of water to 1 degree Celsius. അതായത് 1 ഗ്രാം വെള്ളത്തിന്റെ ഊഷ്മാവ്, 1 ഗ്രാം വെള്ളത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ, 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ ആവശ്യമായ ഊർജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം? കലോറി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, 1 ഗ്രാം വെള്ളം എടുക്കാം. 1 ഗ്രാം വെള്ളത്തിന്റെ ഊഷ്മാവ് 22 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് വിചാരിക്കാം. ആ
22 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ഗ്രാം വെള്ളം അതിനെ 23 ഡിഗ്രി ആക്കണം. 23 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. അപ്പോൾ 1 ഡിഗ്രി കൂടി. വെറുതെ കൂടില്ലല്ലോ. വി ഷുഡ് അപ്ലൈ ഹീറ്റ് എനർജി അല്ലേ? നമ്മൾ കുറച്ച് ചൂടാക്കണ്ടേ? അപ്പോൾ 1 ഗ്രാം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് നിന്നും 23 ഡിഗ്രി, അതായത് 1 ഡിഗ്രി കൂട്ടാൻ എത്ര ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കണം? എത്ര ഹീറ്റ് എനർജി കൊടുക്കണം? അത് 1 കലോറി ആയിരിക്കും. ദാറ്റ് ഈസ് 1 കലോറി. അപ്പോൾ കലോറിയെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. കലോറി ഈസ് ദ heat energy required to raise the temperature of 1 gram of water to 1 degree Celsius. ഇതാണ് ഒരു കലോറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽസ് ലിബറേറ്റ് ചെയ്യുന്ന എനർജിയെ നമ്മൾ കലോറിയിലാണ് നമ്മൾ കണക്കാക്കുക. കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ കിലോ കലോറിയിൽ കണക്കാക്കും. 1000 കലോറിയാണ് 1 കിലോ കലോറി. ഓക്കെ, 1000 കലോറിയാണ് 1 കിലോ കലോറി. ഓക്കെ, അപ്പോൾ കിലോ കലോറി നമ്മൾ എങ്ങനെ കണക്കാക്കും? കിലോ കലോറി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ ടു 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1000 കലോറിയാണ് 1 കിലോ കലോറി. അപ്പോൾ കലോറിയിലാണ് നമ്മൾ കണക്കാക്കുക. ഊർജ്ജം നമ്മൾ കണക്കാക്കുന്നത് കലോറിയിലാണ്. അപ്പോൾ ഒരു ഫ്യൂവലിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി നമ്മൾ കണക്കാക്കുന്നത് കലോറിഫിക് വാല്യൂ വെച്ചിട്ടാണ്. കലോറിഫിക് വാല്യൂ എന്താണ്? കലോറിഫിക് വാല്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് on complete combustion of 1 gram of the fuel. അതായത് 1 ഗ്രാം ഫ്യൂവൽ പൂർണ്ണമായും കത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനാണ് എന്ന് വിളിക്കാം കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ഒരു ഫ്യൂവൽ ദാറ്റ് ഫ്യൂവൽ 1 ഗ്രാം കത്തിക്കഴിയുമ്പോൾ 1 ഗ്രാം പൂർണ്ണമായിട്ട് കത്തിയപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 100 കലോറി കിട്ടി എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ 100 കലോറി കിട്ടി. രണ്ടാമത്തെ ഒരു ഫ്യൂവൽ ബി, അതും 1 ഗ്രാം ആണ് കത്തുന്നത്. 1 ഗ്രാം പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ വിഘടിച്ചപ്പോൾ അവിടെ നമുക്ക് 80 കലോറിയാണ് കിട്ടുന്നത്. ഓക്കെ, so 100 is the calorific value of fuel A and 80 is the calorific value of fuel B. ഇതിൽ ഏതാണ് ബെറ്റർ ഫ്യൂവൽ? രണ്ടും 1 ഗ്രാം ആണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ? രണ്ടും 1 ഗ്രാം ആണ്. ഏതാണ് ബെറ്റർ ഫ്യൂവൽ? We can easily say that better fuel is fuel A. Why? Because it produced 100 calories from 1 gram, whereas the fuel B produced only 80 calories from 1 gram. So, A is the better fuel. So, ഇങ്ങനെ calorific value. So, എന്താണ് calorific value എന്ന് മനസ്സിലായോ? എന്താണ് calorific value? Calorific value is the amount of heat energy produced on complete combustion of 1 gram of the fuel. അതായത് 1 ഗ്രാം ഫ്യൂവൽ പൂർണ്ണമായും കത്തുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനാണ് നമ്മൾ എന്ത് വിളിക്കാം? കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കാം. അപ്പോൾ കലോറിഫിക് വാല്യൂ ഓരോ ഫ്യൂവലിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമുക്ക് ഫുഡ് ഫ്യൂവലാണെന്ന് നമ്മൾ പറഞ്ഞത്, ബയോളജിക്കൽ ഫ്യൂവലാണ്. അപ്പോൾ അതിനും കലോറിഫിക് വാല്യൂ ഉണ്ട്. അതും എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനും കലോറിഫിക് വാല്യൂ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ആയ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇത് മൂന്നിൻ്റെയും കലോറിഫിക് വാല്യൂ നമുക്ക് ഒന്ന് നോക്കാം. ഈ കലോറിഫിക് വാല്യൂ നമുക്ക് നോക്കാം. കലോറിഫിക് വാല്യൂ കാർബോഹൈഡ്രേറ്റ്
കാർബോഹൈഡ്രേറ്റിന്റെ കലോറിഫിക് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് 4.1 കിലോ കാലറീസ് ആണ്. 4.1 കിലോ കാലറീസ് എന്താണ് മനസ്സിലായില്ലേ? എന്താണ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്? 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി കത്തുമ്പോൾ, പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോൾ 4.1 കിലോ കാലറീസ് ആണ് ഉണ്ടാകുക. ഇതാണ് അതിന്റെ കലോറിഫിക് വാല്യൂ. അതേസമയം പ്രോട്ടീന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 5.6 കിലോ കാലറീസ് ആണ്. 5.6 കിലോ കാലറീസ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ആണ് ബെറ്റർ ഫ്യൂവൽ. നമ്മൾ കലോറിഫിക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ ഫ്യൂവൽ? പ്രോട്ടീൻ ആണ്. ഇനി ഫാറ്റിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 9.46 കിലോ കാലറീസ് ആണ്. 9.46 കിലോ കാലറീസ് ആണ്. എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഫാറ്റ് പൂർണ്ണമായിട്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ കത്തുമ്പോൾ 9.46 കിലോ കാലറീസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ? ഇതാണ് ബെറ്റർ. ഓഫ് കോഴ്സ് ഫാറ്റ് ആണ്, അല്ലേ? ഫാറ്റ് ആണ് ബെറ്റർ ഫ്യൂവൽ. അതിലാണ് കൂടുതൽ നമുക്ക് എനർജി കിട്ടുക. അപ്പോൾ ഓരോ ഗ്രാം വെച്ചെടുത്ത് 3 ഓരോ ഗ്രാം വെച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഫാറ്റ് എന്താണ്? ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെയാണ് ബെറ്റർ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. എനർജി തരുന്നത് കുറവാണെങ്കിൽ കൂടി കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ബെറ്റർ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കണക്കാക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം, ഇറ്റ് ഈസ് ദ എനർജി ഈസ് ഈസിലി ലിബറേറ്റഡ് ബൈ ദ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ മറ്റ് പ്രോട്ടീനിൽ നിന്നോ പ്രോട്ടീന് മറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഗ്രോത്തിനാണ് പ്രോട്ടീൻ സ്കൂളിൽ ഉപയോഗിക്കാം. കാർബോഹൈഡ്രേറ്റ് ഗ്രോത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രോട്ടീനെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലത്, അത് ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. ഫാറ്റ് അത് മാത്രമല്ല, പ്രോട്ടീനിൽ നിന്നും എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഫാറ്റ് ബെസ്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. അവിടെയും എനർജി ലിബറേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനർജി ലിബറേറ്റ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഫാറ്റിന്. പക്ഷേ നമ്മുടെ ബോഡി ഫാറ്റിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു സ്റ്റോർഡ് ഫോം ഓഫ് എനർജി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിന്റെ അഭാവത്തിൽ ഫാറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തീർന്നു പോയി കഴിയുമ്പോൾ, അതിന്റെ സ്റ്റോക്ക് തീർന്നു പോയി കഴിയുമ്പോൾ ഫാറ്റിനെ എനർജിയുടെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫാറ്റ് നമ്മുടെ ശരീരത്തെ പല ഭാഗത്തും സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ ഒരു കാര്യം അതാണ്. അത് സ്റ്റോർഡ് ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ സ്റ്റോർഡ് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നമ്മൾ ഫാറ്റിനെ ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി ഇത് നമ്മൾ ഈ പറഞ്ഞത് കലോറിഫിക് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ ശരീരത്തിന് വെളിയിൽ പൂർണ്ണമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന കലോറിയുടെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഇതായിരിക്കണമെന്നില്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എനർജിയുടെ അളവ്. ഈ ഫ്യൂവൽസ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക് ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ എന്നാണ് വിളിക്കുക. ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ എന്നാണ് പറയുക. ഇത് കലോറിഫിക് വാല്യൂവിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഓരോന്നിന്റെയും അതാണ് നമുക്ക് ശരിക്കും നമുക്ക് ബാധകമായത്. ഏതാണ്? ഫുഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധകമായത് ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ ആണ്. കാരണം കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ശരീരത്തിന് വെളിയിൽ പൂർണ്ണമായി കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ അളവാണ്. അത് നമുക്ക് ബാധകമല്ല. നമ്മുടെ ശരീരത്ത് ഓക്സിഡേഷന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജിയുടെ അളവാണ് ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ. അതാണ് ശരിക്കും നമുക്ക് ബാധകമായത്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് 4 കിലോ കാലറീസ് ആണ്. ചെറിയ വ്യത്യാസമുണ്ട് അല്ലെ? ഫിസിയോളജിക്കൽ ഫ്യൂവൽ വാല്യൂ കലോറിക് വാല്യൂ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് 4 കിലോ കാലറീസ് ആണ്. പ്രോട്ടീൻ്റെതും 4 കിലോ കാലറീസ് ആണ്. നമുക്ക് പോകണ്ടല്ലേ? പ്രോട്ടീൻ്റെതും 4 കിലോ കാലറീസ് ആണ്. ഇപ്പൊ രണ്ടും ഒരേപോലെയാണ് എനർജി കാര്യത്തിൽ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതിന്റെ കാരണം ഞാൻ പറയും. ഇനി ഫാറ്റിൻ്റെത് 9 കിലോ കാലറീസ്.
physiological fuel value 9 kilocalories. Okay. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ ഫ്യൂവൽ വാല്യൂസ് എന്ന് പറയുന്നത്. So digestive system has two components. Digestive system is made up of two components. ഇപ്പോൾ രണ്ട് കോമ്പോണൻസ് കൊണ്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. It has two components. One is the alimentary canal. Alimentary canal, and the other one is digestive glands. Digestive glands. അപ്പോൾ ഈ രണ്ട് കോമ്പോണൻസ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. Alimentary canal is a tube. Alimentary canal is a tube open at both ends. Two openings, one on each end, and through which the food passes. Through which the food passes. It's a tube through which the food passes. And digestive glands, grandhigal, dahana grandhigal, digestive glands, which produce enzymes, digestive enzymes for digestion. അപ്പോൾ ദഹനം നടക്കുന്നത് എൻസൈംസിന്റെ സഹായത്താലാണ്. ഡൈജസ്റ്റീവ് എൻസൈംസ് വേണം. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാക്കുന്നത് ഈ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എന്തായി മാറുന്നത്? അത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയി മാറുന്നു. ഓക്കെ, നമുക്ക് ആദ്യമേ ഈ അലിമെന്ററി കനാലിനെ കുറിച്ച് നോക്കാം. അലിമെന്ററി കനാൽ. Alimentary canal. So as I told you, it is a tube. It's a long tube with modifications, structural modifications at different places through which the food passes. അപ്പോൾ രണ്ടറ്റവും തുറന്നിരിക്കുന്ന ഒരു ട്യൂബാണ്. എന്നാൽ ഈ ട്യൂബിന്റെ പല ഭാഗത്തും സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് സംഭവിച്ചു. എല്ലാ ഭാഗവും ഒരുപോലെയല്ല. സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഫങ്ഷണൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടി ഫുഡ് കടന്നു പോകുന്നു. നമ്മൾ അലിമെന്ററി കനാൽ. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെന്ററി കനാൽ, ഫസ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെന്ററി കനാൽ ഈസ് ദ മൗത്ത്. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് ദി മൗത്ത്. So mouth is an opening. As we know, mouth is an opening guarded by lips. And this opening leads to a wider cavity that is called buccal cavity or oral cavity. It's also called oral cavity. Buccal cavity or oral cavity. So oral cavity is the chamber in which our teeth are present, teeth and tongue are present. So two important structures associated with the digestion or digestive system in the buccal cavity are teeth and tongue. So teeth and tongue are the two structures present in the buccal cavity. Let us see a briefly. Let us see about teeth. Okay. നമ്മുടെ ടീത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ടീത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില ടേംസ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ടീത്ത് ഒന്ന്, our teeth are heterodont. Hetero means different. The word dont is related to the teeth. Heterodont. That means we have different types of teeth. എത്ര ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട് നമുക്ക്? 4 തരത്തിലുള്ള ടീത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. You have 4 different types of teeth.
4 different types of teeth are there. One is incisors. Incisors. അല്ലേ, നമ്മുടെ മുൻഭാഗത്ത് കാണുന്ന പല്ലുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കാം? ഇൻസിസേഴ്സ് എന്ന് വിളിക്കാം. ദേ ആർ യൂസ് ടു കട്ട് ദ ഫുഡ്. ഇപ്പോൾ ഫുഡിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. ഇൻസിസേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് ദ ഫുഡ്. രണ്ടാമത്തത് കനൈൻസ് ആണ്. കനൈൻസ്. അടുത്തത് ഇൻസിസേഴ്സ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കാണുന്നതിനാണ് നമ്മൾ വിളിക്കാം കനൈൻസ് എന്ന് വിളിക്കാം. കനൈൻസ് ആർ യൂസ് ടു ടിയർ ദ ഫുഡ്. കടിച്ച് കീറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം? കനൈൻസ് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് പ്രീ മൊളാഴ്സ് ആണ്. പ്രീ മൊളാഴ്സ് and then molars. Premolars and molars. So these are the different types of 4 different types of teeth: incisors, canines, premolars and molars. Okay, and the premolars and molars are together called cheek teeth. നമ്മൾ എന്ത് വിളിക്കും? അത് ചീക്കിൽ കാണുന്നുണ്ട്. നമ്മളിതിനെ ചീക്ക് ടീത്ത് എന്ന് വിളിക്കാറുണ്ട്. ഭക്ഷണം ചവച്ചരയ്ക്കും, ഗ്രൈൻഡിങ് ഓഫ് ഫുഡാണ് അവരുടെ ഫംഗ്ഷൻ. ഭക്ഷണം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചീക്ക് ടീത്ത് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ എണ്ണം ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇൻസിസേഴ്സ് എത്രയുണ്ട്, കനൈൻസ് എത്രയുണ്ട്, പ്രീമൊളാഴ്സ് എത്രയുണ്ട്, മൊളാഴ്സ് എത്രയുണ്ട് എന്നതിനൊക്കെ കണക്കുണ്ട്. എല്ലാ മാമൽസിലും ഇതുണ്ട്. അപ്പം വി ആർ മാമൽസ്. എല്ലാ മാമൽസിലും ഈ ഇൻസിസേഴ്സും കനൈൻസും പ്രീമൊളാഴ്സും മൊളാഴ്സും ഒക്കെ ജനറലി കാണപ്പെടും. എക്സെപ്ഷൻസ് അത് ജനറലി കാണപ്പെടും. ഓരോ ടീത്തിൻ്റെയും എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ ടീത്തും എത്ര വെച്ചുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഫോർമുലയ്ക്ക് നമ്മൾ ഡെന്റൽ ഫോർമുല എന്നാണ് പറയുന്നത്. ഡെന്റൽ ഫോർമുല എന്ന് പറയും. ഡെന്റൽ ഫോർമുല. ഓക്കെ, എന്താണ് ഡെന്റൽ ഫോർമുല? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നും എത്ര വെച്ചുണ്ട്, ഇൻസിസേഴ്സ് എത്രയുണ്ട്, കനൈൻസ് എത്രയുണ്ട്, പ്രീമൊളാഴ്സ് എത്രയുണ്ട്, മൊളാഴ്സ് എത്രയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു ഫോർമുലയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കാം? ഡെന്റൽ ഫോർമുല എന്ന് വിളിക്കാം. ഡെന്റൽ ഫോർമുല സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ഒരു പകുതി മാത്രമാണ് കൺസിഡർ ചെയ്യുക. കാരണം ഇപ്പുറത്തെ പകുതിയും അത് തന്നെയായിരിക്കും. നമ്മൾ ബൈലാറ്ററലി സിമെട്രിക്കൽ ആനിമൽസ് ആണല്ലോ. അപ്പോൾ ബൈലാറ്ററലി സിമെട്രിക്കൽ ആനിമൽസ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എത്രയുണ്ടോ അത്രയും മറുഭാഗത്തും ഉണ്ടാകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡെന്റൽ ഫോർമുല സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു പകുതി മാത്രമാണ് എടുക്കുക. ഒരു പകുതിയിലെ അപ്പർ ജോയിൽ ഇൻസിസേഴ്സ് എത്രയുണ്ട്, കനൈൻസ് എത്രയുണ്ട്, പ്രീമൊളാഴ്സ് എത്രയുണ്ട്, മൊളാഴ്സ് എത്രയുണ്ട്. ഒരു പകുതിയിലെ ലോവർ ജോയിൽ ഇൻസിസേഴ്സ് എത്രയുണ്ട്, കനൈൻസ് എത്രയുണ്ട്, പ്രീമൊളാഴ്സ് എത്രയുണ്ട്, മൊളാഴ്സ് എത്രയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. ഇത് നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്, നമ്മുടെ ഡെന്റൽ ഫോർമുല 2 1 2 3 by 2 1 2 3 ആണ്. ഇതാണ് നമ്മുടെ ഡെന്റൽ ഫോർമുല. 2 1 2 3 by 2 1 2 3. എന്താണ് ഇത് ഓരോന്ന് സൂചിപ്പിക്കുന്നത്? ഈ വരയ്ക്ക് മുകളിൽ കാണപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് അപ്പർ ജോയിലെ ഒരു പകുതിയുടെ എണ്ണമാണ്. The number of teeth of different types of teeth on one half of the upper jaw. And below this line indicates, the numbers below this line indicates the number of different types of teeth on the one half of the lower jaw. One half of the lower jaw. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് അപ്പർ ജോയിൽ എത്ര ഇൻസിസേഴ്സ് ഉണ്ട് എന്നാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ഇത് ഇൻസിസേഴ്സിന്റെ എണ്ണമാണ്, ഇത് കനൈൻസിന്റെ എണ്ണമാണ്, ഇത് പ്രീമൊളാഴ്സിന്റെ എണ്ണമാണ്, ഇത് മൊളാഴ്സിന്റെ എണ്ണമാണ്. എന്ന് പറഞ്ഞാൽ
നമ്മുടെ അപ്പർ ജോയുടെ ഒരു പകുതി 2 ഇൻസിസേഴ്സ് ഉണ്ട്, 1 കനൈൻ ഉണ്ട്, 2 പ്രീമോളാർ ഉണ്ട്, 3 മൊളാഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇപ്പുറത്തെ പകുതിയിലും എത്ര ഉണ്ടാവും? അത്ര തന്നെ ഉണ്ടാവേണ്ടത്. 2 1 2 3. അതുപോലെ ഈ പൊസിഷൻ എന്താണ്? ലോവർ ജോയുടെ ഒരു പകുതി, ലോവർ ജോയുടെ ഒരു പകുതിയിൽ 2 ഇൻസിസേഴ്സ് ഉണ്ട്, 2 കനൈൻസ് ഉണ്ട്, 2 പ്രീമോളാഴ്സ് ഉണ്ട്, 2 മൊളാഴ്സ്. അപ്പോൾ താഴെ മേലെ ഒരുപോലെയാണ്. നമ്മുടെ കേസിൽ എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ കാരണം. നമുക്ക് ഒരുപോലെയാണ്, പക്ഷെ എല്ലാ ജീവികൾക്കും അങ്ങനെ ഒരുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ താഴെ നമ്മുടെ മറ്റേ പകുതിയിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മൊത്തം എത്ര ടീത്ത് ഉണ്ട്? 2 3 3 5 3 ഹിയർ 8 ഹിയർ ഓൾസോ 8 8 16 ഇവിടെയും 16 16 16 32. So an adult human being has 32 teeth. About by the age of 25 or 26 or maybe after 22, a human individual attains 32 teeth. So ഇതാണ് നമ്മുടെ എണ്ണം എന്ന് പറയുന്നത്. ടീത്തിന്റെ എണ്ണം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ടേം, നമ്മുടെ പല്ലിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ ഒരു ടേം ആണ്. ഒന്ന് ഹിപ്രോഡോണ്ട് ആണ്, രണ്ടാമത്തത് ഡിഫിയോഡോണ്ട് ആണ്. ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡൈമീൻസ് 2. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് 2 സെറ്റ് പല്ലുകൾ ഉണ്ട്. ജീവിത കാലഘട്ടത്തിൽ 2 സെറ്റ് പല്ലുകളുണ്ട്. One set is called the milk teeth set, milk teeth, and the other set is the permanent teeth, permanent teeth, milk teeth and permanent teeth. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ പല്ലൊന്നുമില്ല, അല്ലേ? പല്ലില്ലാതെയാണ് ഈ കുട്ടികൾ ജനിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പല്ലുകൾ വരാൻ തുടങ്ങും, അല്ലേ? ഒരു 10 മാസം മുതൽ പല്ലുകൾ വരാൻ തുടങ്ങും. അങ്ങനെ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പല്ലുകളൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ 20 പല്ലുകൾ. മിൽക്ക് ടീത്ത് സെറ്റ് എന്ന് പറയുന്നത് 20 നമ്പേഴ്സാണ്, 20ആണ്. ഈ പല്ലുകൾ ഒരു 7 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ അത് പൊഴിയാൻ തുടങ്ങും. അതിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? പെർമനന്റ് ടീത്ത് വരുന്നു. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് പല്ലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ പല്ലുകളെ നമ്മൾ എന്ത് വിളിക്കാം? ഡിഫിയോഡോണ്ട് എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത് തീക്കോഡോണ്ട് ആണ്. തീക്കോഡോണ്ട്. തീക്ക, തീക്ക മീൻസ് ഒരു ഉറ എന്നാണ് അർത്ഥം, ഒരു കവറിങ്, ഒരു ഉറ എന്നാണ് അർത്ഥം. തീക്കോഡോണ്ട്. നമ്മുടെ പല്ലുകളൊക്കെ ജോ ബോണിലെ ഒരു കുഴിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. ജോ ബോണിലെ ഒരു കുഴിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പൊ പല്ല് പറിക്കുമ്പോൾ അവിടെ ഒരു കുഴി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കുഴിയിൽ പല്ലിന്റെ റൂട്ട് ഇറങ്ങി നിൽക്കും. അപ്പോൾ പല്ലിന് 2 ഭാഗങ്ങളുണ്ട്, റൂട്ട് ആൻഡ് ക്രൗൺ. അപ്പൊ ആ റൂട്ട് ഇറങ്ങി നിൽക്കുന്നത് ഈ ജോ ബോണിലെ കുഴിയിലാണ്. അങ്ങനെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആ പല്ലുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? തീക്കോഡോണ്ട് എന്ന് വിളിക്കുന്നു. ടങ് ഈസ് എ മസ്കുലർ ഓർഗൻ. Okay, tongue is a muscular organ. Tongue is made up of both skeletal muscle and visceral muscle. ഇപ്പോൾ 2 തരത്തിലുള്ള മസിൽ കൊണ്ടാണ് ടങ് ഉണ്ടായിരിക്കുന്നത്. ബോത്ത് സ്കെലറ്റൽ മസിൽ ആൻഡ് വിസറൽ മസിൽ. ദ റോൾ ഓഫ് ദ ടങ് ഈസ് ടു ടേസ്റ്റ് ദ ഫുഡ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ടങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ്. മറ്റൊന്ന് റോൾ ദ ഫുഡ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി ഓർ ഷിഫ്റ്റ് ദ ഫുഡ് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ് വൈൽ ച്യൂയിങ്. നമ്മൾ ഭക്ഷണം ചവച്ചരക്കുന്ന സമയത്ത്
ഒരു ഭാഗത്ത് മറ്റു ഭാഗത്തേക്ക് ഭക്ഷണത്തെ നീക്കാൻ സഹായിക്കുന്നത് ടങ്ങാണ്. അതുപോലെ സലൈവമായി മിക്സ് ചെയ്യാൻ സഹായിക്കുന്നത് ടങ്ങാണ്. ഇനി സ്വാളോ ചെയ്യാൻ സഹായിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.